LDF MLA ആയിരുന്ന PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന രാഷ്ട്രീയ നാടകം തുടരുകയാണ്. ഭീഷണിയും മുന്നറിയിപ്പുമൊക്കെ പിടിച്ചുനിന്ന ശേഷം അപേക്ഷയുടെ സ്വരത്തിലേക്ക് മാറിയിട്ടും അൻവറിനെ UDF അടുപ്പിക്കുന്നില്ല. LDF MLA ആയിരുന്നപ്പോൾ രാജാവിനെ പോലെ വിലസിയിരുന്ന അൻവറാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദയയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിലും രാഷ്ട്രീയ അഭയത്തിനു വേണ്ടിയുള്ള അൻവറിന്റെ അപേക്ഷ വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും UDF അൻവറിനെ അകറ്റി നിർത്തിയിരുന്നു. മത്സരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും UDF അത് മുഖവിലക്കെടുത്തില്ല. ചേലക്കരയിൽ മത്സരിക്കാനിറങ്ങിയ അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതാവട്ടെ കേവലം 3920 വോട്ടുകൾ മാത്രമാണ്. നിലമ്പൂരിലെത്തുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനൊപ്പമാണ് അൻവർ. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ചേലക്കരയിലെ അവസ്ഥയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ CP റാഷിദിന്റെ വിലയിരുത്തൽ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് UDFനൊപ്പം ചേരാൻ അദ്ദേഹം അപേക്ഷിക്കുന്നതും. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ കരുത്ത് എത്രമാത്രമാണെന്നത് വെളിപ്പെടും. ഇത് ഭാവിയിൽ വിലപേശാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ UDFനെ ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുക മാത്രമാണ് അൻവറിന് മുന്നിലുള്ള ഏക വഴി. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു നേരത്തെ അൻവറിന്റെ ആവശ്യം. ഇത് കോൺഗ്രസ് തള്ളിക്കളയുകയും അൻവറിന്റെ എതിരാളി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഇതോടെ UDFൽ എടുക്കണമെന്നായി ആവശ്യം. ഇതും തള്ളിക്കളഞ്ഞതോടെ KC വേണുഗോപാലുമായി ചർച്ച നടത്തി നോക്കാനാണ് തീരുമാനം. കേരള രാഷ്ട്രീയത്തിൽ PV അൻവറിന് നിലനിൽക്കണമെങ്കിൽ ഇനി UDFന്റെ സഹായമില്ലാതെ പറ്റില്ല. എന്നാൽ ഉപാധികൾ മുന്നോട്ട് വെച്ച് തൻ്റെ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് UDFലെത്താൻ കഴിയില്ല. UDFന് പൂർണ്ണമായും കീഴടങ്ങുന്ന സമീപനമാകും ഇനി അൻവർ കൈക്കൊള്ളുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം. അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുണ്ടാകില്ല.